ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ തിരുനെല്ലി പഞ്ചായത്തിലുള്ള പനവല്ലി എന്ന മനോഹരമായ ഗ്രാമം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ നമ്മുടെ തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഉണ്ണിയപ്പ കട കണ്ടപ്പോൾ അവിടെ നിർത്തി ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പോകാമെന്നുള്ളൊരു ആലോചനയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല ഇപ്പോൾ, അല്ലെങ്കിൽ ഏത് സമയത്തും തിരക്കായിരിക്കും. പാർസൽ വാങ്ങാനും ചായ കുടിക്കാനൊക്കെ ആളുകളുണ്ടാവും. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് കട്ടൻ ചായ ഉണ്ണിയപ്പം തന്നെയാണ്. ഇതിൽ പോകുന്ന ആളുകളൊക്കെ ഇവിടെ കയറി ചായ കുടിക്കുകയും പാർസലൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി പനവല്ലിയിലേക്കുള്ള യാത്രയിലാണ്. കാട്ടിക്കുളം പോയിട്ട് അവിടെ നിന്ന് പനവല്ലിയിലേക്ക് പോകാൻ പറ്റും. തിരുനെല്ലി പോയിട്ടാണ് പോകുന്നതെങ്കിൽ തിരുനെല്ലി പോയിട്ട് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ പനവല്ലിയിലെത്താം. നമ്മളങ്ങനെ പനവല്ലി എന്ന മനോഹരമായ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് പനവല്ലി. തിരുനെല്ലി പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുഴ തഴുകിയൊഴുകുന്ന മനോഹരമായ ഗ്രാമം. നാലു ഭാഗത്തും കാടും മലനിരകളും ചുറ്റപ്പെട്ട് കിടക്കുന്നു. പച്ച പിടിച്ചു കിടക്കുന്ന വയലും മരങ്ങളും വെള്ളമൊഴുകുന്ന ശബ്ദവും കൂടെ ആകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ നൽകുന്നു. നെല്ലും വാഴയും ഇഞ്ചിയും കാപ്പിയുമൊക്കെ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് പനവല്ലി. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നാട്ടിൻപുറ കാഴ്ചകൾ കാണാൻ നിങ്ങൾ പനവല്ലിയിലേക്ക് വന്നാൽ മതി. രാവിലെ തന്നെ പനവല്ലി ഉണർന്നു വരുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. യൂട്യൂബിൽ നിങ്ങൾ പനവല്ലി എന്ന് സെർച്ച് ചെയ്താൽ മൊത്തം വരുന്നത് പനവല്ലിയിൽ കടുവ നാട്ടിലിറങ്ങിയതിനെക്കുറിച്ചും നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതൊക്കെയായിരിക്കും. കടുവ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് ഇവിടെ പതിവാണ്. പുഴയുടെ സൈഡിൽ ഇതുപോലെ കുറച്ച് ആളുകളെ കണ്ടപ്പോൾ വന്ന് നോക്കിയതാണ് എന്താണ് പരിപാടി എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർ മുള കൊണ്ട് അമ്പും വില്ലും ഉണ്ടാക്കുന്ന പണിയിലാണെന്ന്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇതുപോലെ അമ്പും വില്ലൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. പക്ഷേ പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് സമയം ഇവരോട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പക്ഷെ നമ്മളെ ശ്രദ്ധിക്കാനൊന്നും അവർക്ക് നേരെയില്ല. അവരവരെ പണിയിലാണ്. വിതുരാമനാ? ആ, ഇയാളതോ? ഇവന്റെ പേരെന്താ? തക്കുടെന്നാ പേര്? ഇതോ? എടുക്കണ്ട. നാട്ടിൻപുറവും ഗ്രാമീണ ജീവിതവുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിന് ആനന്ദം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് പനവല്ലിയിലുള്ളത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മനോഹര കാഴ്ചകളുമായി വീണ്ടും കാണാം.